എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ആർ തുളസീധരൻ പിള്ള, സീനിയർ ഓഡിറ്റ് ഓഫീസർ, AG's ഓഫീസ്. 36 വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ റിട്ടയർ ചെയ്തു. ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷ അക്കൗണ്ട് ടെസ്റ്റ് അടുത്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് കേരള ഫൈനാൻഷ്യൽ കോഡിൻ്റെ 2022 ജാനുവരിയിൽ PSC നടത്തിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ റൂൾസും കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂള് കോട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എൻ്റെ ആൻസർ ഏത് റൂളിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല, ആ പർട്ടിക്കുലർ ആർട്ടിക്കിൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഫൈനാൻഷ്യൽ കോഡ് എടുത്ത് ബാക്കി കാര്യങ്ങൾ കൂടി നോക്കുന്നത് നന്നായിരിക്കും. കാരണം അടുത്ത തവണ ചിലപ്പോൾ അതിനനുബന്ധമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആവാം ചോദിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എൻ്റെ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും അതാത് സമയം തന്നെ അപ്ലോഡ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേരള ഫൈനാൻഷ്യൽ കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ ലോവർ ജാനുവരി 2022. ആൻസർ വിത്ത് റൂൾസ് എക്സ്പ്ലെയിൻഡ്. Question 1. An application for a refund of revenue to be sanctioned ex gratia should be rejected if it is received. അതായത് എക്സ്ഗ്രേഷ്യ ആയിട്ട് ഗവൺമെൻറ് സാങ്ഷൻ ചെയ്ത ഒരു തുകയുടെ റീഫണ്ട് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എത്ര കാലത്തിനുള്ളിൽ അപേക്ഷിച്ചിരിക്കണം എന്നാണ്. അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടും. അതിൻ്റെ പീരീഡ് എത്രയാണ്, ലിമിറ്റേഷനാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ആഫ്റ്റർ 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് ഓഫ് റവന്യൂ ടു ഗവൺമെൻറ്. അതായത് ആ എമൗണ്ട് സാങ്ഷൻ ചെയ്തു, പക്ഷേ നിങ്ങളത് കൈപ്പറ്റിയിട്ടില്ല. എക്സ്ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെൻറ് ഒരു ഗ്രേഷ്യസ് ആയിട്ടുള്ള ഒരു ജസ്റ്ററായിട്ട് നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന തുകയാണ് എക്സ്ഗ്രേഷ്യ എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൈപ്പറ്റിയില്ല എങ്കിൽ 1 വർഷത്തിന് ശേഷം അത് ഗവൺമെൻറ് ക്രെഡിറ്റ് ചെയ്യും നിങ്ങൾ അപേക്ഷിക്കുന്നില്ലെങ്കിൽ. പക്ഷേ ക്രെഡിറ്റ് ചെയ്ത് 1 വർഷത്തിനകം നിങ്ങൾ അപേക്ഷിക്കുന്നില്ല എങ്കിൽ യുവർ ആപ്ലിക്കേഷൻ വിൽ ബി റിജക്റ്റഡ്. അപ്പോൾ ആഫ്റ്റർ 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് ഓഫ് റവന്യൂ ടു ഗവൺമെൻറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് 1 വർഷത്തിനകം നിങ്ങളത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നില്ല എക്സ്ഗ്രേഷ്യയ്ക്ക് വേണ്ടിയെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടും, നിരസിക്കപ്പെടും. അത് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 37 ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 അടുത്ത ക്വസ്റ്റ്യൻ. ദ ചീഫ് കൺട്രോളിംഗ് ഓഫീസേഴ്സ് ഷുഡ് ഫർണിഷ് എ സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കൺസിലിയേഷൻ ടു ദി ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ കോഡിൽ പറയുന്നൊരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രസക്തമായ കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ കോഡിൽ പറയുന്നതെന്ന് നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും കാർഡിനലായിട്ട് ഏറ്റവും കൃത്യമായ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിലേക്ക് റിസീവ് ചെയ്യുന്ന പണം അത് നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അടുത്ത ദിവസം അന്ന് തന്നെ അല്ലെങ്കിൽ അതിനടുത്ത ദിവസം നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള റെമിറ്റൻസ് എല്ലാം ശരിയായിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു റെക്കൺസിലിയേഷൻ കാലാകാലങ്ങളിൽ നിങ്ങൾ ബാങ്കിൻ്റെ അക്കൗണ്ടുമായിട്ട് അല്ലെങ്കിൽ ട്രഷറി അക്കൗണ്ടുമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ അക്കൗണ്ട് റിസീവ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഒരു റെക്കൺസിലിയേഷൻ പ്രോസസ്സ് നടത്തണം. അങ്ങനെ ഒരു പ്രോസസ്സ് നടത്തിയിട്ട് അതിൻ്റെ വിവരം ഗവൺമെൻറ്റിനെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏത് ഡേറ്റിലാണ് കൃത്യമായി നിയമാനുസൃതം നിങ്ങൾ അറിയിക്കേണ്ടതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ 30th September ആൻഡ് 31st March ഓഫ് എവരി ഇയർ. ഓരോ വർഷവും ഈ റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നിങ്ങൾ എത്ര റിസീവ് ചെയ്തു, എത്ര അടച്ചു, അത്രയും തുക കൃത്യമായിട്ട് ട്രഷറിയിൽ അല്ലെങ്കിൽ ബാങ്കിങ് ട്രഷറിയിൽ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ഡിഫറൻസ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് വന്നത്. അപ്പോൾ അതാണ് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട കൃത്യമായ ഡേറ്റ് എന്ന് പറയുന്നത് ഓരോ ഫൈനാൻഷ്യൽ ഇയറിലും 30th September 31st March അത് ആർട്ടിക്കിൾ 9(5) ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ് പ്രകാരമാണ്.
Third question, the inspecting officers checking revenue collection should inspect the accounts of the on the spot at least. അതായത് റവന്യൂ കളക്ഷൻ ചെക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ വാങ്ങിയ റവന്യൂ കളക്ഷൻ ശരിയായിട്ട് റിസീവ് ചെയ്തോ, കൃത്യമായ എമൗണ്ട് ആണോ റിസീവ് ചെയ്തത്, അത് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ, അത് റെമിറ്റ് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ദി ഇൻസ്പെക്ടിംഗ് ഓഫീസേഴ്സ് ചെക്കിംഗ് റവന്യൂ കളക്ഷൻ ഷുഡ് ഇൻസ്പെക്ട് ദി അക്കൗണ്ട്സ് ഓൺ ദ സ്പോട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ. കൃത്യമായിട്ട് ഓൺ ദ സ്പോട്ടിൽ അതിൻ്റെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യണം, ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും. അത് ഡിപ്പാർട്ട്മെൻറ്റൽ ഇൻസ്പെക്ടിംഗ് ഓഫീസേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അത് ആർട്ടിക്കിൾ 10(3) സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, ദ റെസ്പോൺസിബിലിറ്റി ഫോർ റിക്കവറിംഗ് റെൻറ്റ് ഫ്രം ഗവൺമെൻറ് സർവൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ബിൽഡിങ്സ് ഇൻ ചാർജ് ഓഫ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻലി റെസ്റ്റ് ഓൺ. അതായത് റെൻറ്റ് റിക്കവർ ചെയ്യുക ഫ്രം ഗവൺമെൻറ് സർവൻസ്, റെൻറ്റിന് പിന്നെ ക്വാർട്ടേഴ്സ് ഓക്യുപ്പൈ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, അവരിൽ നിന്ന് റെൻറ്റ് റിക്കവർ ചെയ്യേണ്ട ആയിട്ടുണ്ട്. സോ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് റിക്കവറിംഗ് റെൻറ്റ് ഫ്രം ഗവൺമെൻറ് സർവൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ബിൽഡിങ്സ് ഇൻ ചാർജ് ഓഫ് PWD. PWDയുടെ അധീനതയിലുള്ള ക്വാർട്ടേഴ്സിലെ റെൻറ്റ് പിരിക്കേണ്ട ഉത്തരവാദിത്വം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദ ഡിവിഷൻ ഇൻ വിച്ച് ദ ബിൽഡിംഗ് ഈസ് ലൊക്കേറ്റഡ്. ആ ബിൽഡിങ്സ് ഏത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ ഓഫ് ദ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്സ് ഡിവിഷനാണ്. ആ ബിൽഡിങ്സ് ഡിവിഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അധികാര പരിധിയിലുള്ള കെട്ടിടങ്ങളുടെ റെൻറ്റ് പിരിക്കേണ്ട ഉത്തരവാദിത്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ്. അത് ആർട്ടിക്കിൾ 12 പറയുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. എ ടെനൻറ്റ് ഹൂ ഈസ് ഇൻ റെസീറ്റ് ഓഫ് പെൻഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ പേഴ്സൺ. അതായത് ഒരു പെൻഷൻ കിട്ടുന്ന ഒരാളിനെ, ഒരു വീട് താമസിക്കുകയാണ്, വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അയാളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ്. നോട്ട് ഇൻ ദ ഗവൺമെൻറ് സർവീസ്. അതായത് അദ്ദേഹത്തിനൊരു സാധാരണ പ്രൈവറ്റ് പേഴ്സണായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യപ്പെടുകയുള്ളൂ. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ എന്ന നിലയിലുള്ള ഒരു പരിഗണനയും അദ്ദേഹത്തിന് ലഭ്യമല്ല. ആർട്ടിക്കിൾ 20. Then question number 6, when a private building hired for public purpose is partly used for office purpose and partly for residential purpose, the share of rent payable by government should not exceed. അതായത് ഒരു പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ബിൽഡിങ് ഓക്യുപ്പൈ ചെയ്യണം. അതിൽ ഇറ്റ് ഈസ് പാർട്ട്ലി യൂസ്ഡ് ഫോർ ഓഫീസ് പർപ്പസായിട്ടും അത് ഭാഗികമായിട്ട് റെസിഡൻഷ്യൽ പർപ്പസിനുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് പേ ചെയ്യേണ്ട റെൻറ്റിൻ്റെ അനുപാതം എത്രയാണ്? മാക്സിമം ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ദി റെൻറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൻ്റെ പകുതി ഗവൺമെൻറ്റാണ് മീറ്റ് ചെയ്യേണ്ടത്. ദെൻ ഇറ്റ് ഈസ് സെഡ് ഇൻ ആർട്ടിക്കിൾ 21. അപ്പോൾ ഈ 21 എടുക്കുമ്പോൾ ഇതുമായിട്ടനുബന്ധിച്ച് വേറെ ചില പോയിൻറ്റ്സ് കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ 21 KFC നോക്കിയും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, ആസ് എ ജനറൽ റൂൾ ദ സെയിൽ പ്രൈസ് ഓഫ് പബ്ലിക്കേഷൻസ് ഷുഡ് ബി ഫിക്സ്ഡ് അറ്റ്. പൊതുവായ ഒരു നിയമം അനുസരിച്ച് ഈ പബ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് സെയിലുണ്ട്, അത് ഇറ്റ് ഷുഡ് ബി ഫിക്സ്ഡ് അറ്റ് 50% ഓഫ് ദി കോസ്റ്റ് പ്രൈസ്. അങ്ങനെ വിൽക്കുമ്പോൾ ആ പബ്ലിക്കേഷൻസിൻ്റെ പകുതി വിലയാണ് നമ്മൾ അതിൻ്റെ കോസ്റ്റായിട്ട് നിശ്ചയിക്കേണ്ടത്. ആർട്ടിക്കിൾ 27 ഇക്കാര്യം പ്രതിപാദിച്ചിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, എ സാങ്ഷൻ ഫോർ എ ഫ്രഷ് ചാർജ് ഷാൽ unless it is specifically renewed lapse if no payment in whole or part has been made. അതായത് ഇപ്പോൾ ഒരു ഏത് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യണമെങ്കിലും ഒരു സാങ്ഷൻ വേണം, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചതാണ് ഒരുപാട് വട്ടം. ദെൻ എ സാങ്ഷൻ ഫോർ എ ഫ്രഷ് ചാർജ്, ഒരു പുതിയ ചിലവിന് വേണ്ടിയിട്ടൊരു സാങ്ഷൻ കൺസേൺഡ് അതോറിറ്റി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അൺലെസ് ഇറ്റ് ഈസ് സ്പെഷ്യലി റിന്യൂഡ്, അത് പിന്നീട് പ്രത്യേകമായിട്ട് അത് റിന്യൂ ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് വിൽ ലാപ്സ്, അത് ലാപ്സായി പോവും. ഇഫ് നോ പേയ്മെൻറ്റ് ഇൻ ഹോൾ ഓർ പാർട്ട് ഹാസ് ബീൻ മെയ്ഡ്. ആ ഒറിജിനൽ സാങ്ഷൻ വെച്ചിട്ട് ഒരു ഭാഗമെങ്കിലും എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഒരു കൃത്യസമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലാപ്സ് ആവും. അതിൻ്റെ പീരീഡ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 12 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദി സാങ്ഷൻ. ആ സാങ്ഷൻ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി പീരീഡ്, അതിൻ്റെ പ്രസക്തമായ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 12 മാസം മാത്രമാണ്.
അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യണം, അതല്ലെങ്കിൽ അതിൽ ഒരു പാർട്ട് പേയ്മെൻ്റ് എങ്കിലും നടത്തിയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ലാപ്സ് ഓൺ ആഫ്റ്റർ 12 months. Then question number 9, a claim against the government not preferred within 2 years of its becoming due should be paid only after sanction from the dash. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ഒരു തുക, എ ക്ലെയിം അഗൻസ്റ്റ് ഗവൺമെൻറ് നോട്ട് പ്രിഫേർഡ് വിത്തിൻ 2 years ആഫ്റ്റർ ബിക്കമിങ് ഇറ്റ്സ് ഡ്യൂ, അത് ലഭ്യമാകാൻ പാകമായി 2 വർഷത്തിനകം അത് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് ബിക്കംസ് ഡ്യൂ ഷുഡ് ബി പെയ്ഡ് ഒൺലി ആഫ്റ്റർ സാങ്ഷൻ ഫ്രം ദി ഹെഡ് ഓഫ് ഓഫീസ്. പിന്നീട് അത് നൽകണം എന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫ് ഓഫീസിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ആ എമൗണ്ട് കൺസേൺഡ് പാർട്ടിക്ക് നൽകാവൂ എന്നർത്ഥം. അത് ആർട്ടിക്കിൾ 53A പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യനാണ്. ദി റൈറ്റ് ഓഫ് എ നോൺ ഒഫീഷ്യൽ മെമ്പർ സർവിങ് ഓൺ എ ഗവൺമെൻറ് കമ്മിറ്റി or committee to travelling allowance shall be forfeited if the claim is not preferred to the drawing officer or controlling officer within. അതായത് ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ളൊരു നോൺ ഒഫീഷ്യൽ മെമ്പർ, അതായത് ഔദ്യോഗിക സ്ഥാനം വഹിക്കാത്ത ഒരാൾ ഒരു കമ്മിറ്റി മെമ്പറായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രാവലിംഗ് അലവൻസ് എത്ര കാലത്തിനകം പ്രിഫർ ചെയ്തിരിക്കണം, അല്ലെ ആ ക്ലെയിം നൽകിയിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ലാപ്സായി പോകും. ആ കാലപരിധിയാണ്, ലിമിറ്റേഷനാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ആൻസർ ഈസ് 1 year ഓഫ് ദി ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഫെൽ ഡ്യൂ. അതായത് ആ TA ക്ലെയിം ഡ്യൂ ആയി അവിടെ മുതൽ 1 വർഷത്തിനകം അദ്ദേഹം അത് ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ലാപ്സ്ഡ്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 53E. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, അരിയർ ക്ലെയിം റിലേറ്റിംഗ് ടു സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻഡ് ടു എ ലോക്കൽ ബോഡി has been wrongly credited to general revenues by a mistake on the part of the government officer. The grant will be refunded if the claim is preferred within. അതായത് ഇതെവിടെ മനസ്സിലാക്കാൻ ഒരല്പം ഗൗരവമായൊരു വിഷയമാണ്. ഒരു അരിയർ ക്ലെയിം റിലേറ്റിംഗ് ടു സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻഡ്, അത് നിയമപരമായി ഗ്രാൻഡ് കൊടുക്കേണ്ട ഒരു തുക, അതിൻ്റെ ഒരു അരിയേഴ്സ്. ഇപ്പോൾ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഓട്ടോണമസ് ബോഡീസ് ഉണ്ട്, അവർക്കൊക്കെ ഗ്രാൻഡ് കൊടുക്കുന്നു. ഗ്രാൻഡ് ഇൻ നീഡിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഗ്രാൻഡ് കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് സാങ്ഷനായ ഒരു എമൗണ്ട് ഹാസ് ബീൻ റോങ്ലി ക്രെഡിറ്റഡ് ടു ജനറൽ റവന്യൂസ്. അത് ബൈ മിസ്റ്റേക്ക് ഗ്രാൻഡ് കൊടുക്കാതെ ആ തുക പിന്നെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂയിലേക്ക് അടച്ചു. ജനറൽ റവന്യൂ അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് അടച്ചു എന്നർത്ഥം, ബൈ മിസ്റ്റേക്ക് ഓൺ ദ പാർട്ട് ഓഫ് ദി ഗവൺമെൻറ് ഓഫീസർ. ആൻഡ് ദ ഗ്രാൻഡ് വിൽ ബി റീഫണ്ടഡ് ഇഫ് ദ ക്ലെയിം ഈസ് റിഫേർഡ്. പക്ഷേ അത് തിരിച്ചു കൊടുക്കണമെങ്കിൽ എത്ര കാലത്തിനകം അത് ക്ലെയിം ചെയ്തിരിക്കണം എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ നോ ടൈം ലിമിറ്റ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ആ പിന്നെ ഓട്ടോണമസ് ബോഡീസ്ക്ക് അല്ലെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഗ്രാൻഡ് എത്ര കാലം കഴിഞ്ഞാലും തിരിച്ചു കൊടുക്കേണ്ടതാണ്. അല്ല ഗവൺമെൻറ്റിലേക്ക് അങ്ങ് റീഫണ്ട് ചെയ്ത് പോയി ഇനി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ലീഗലി ഡ്യൂ ടു ദാറ്റ് ഓട്ടോണമസ് ബോഡി. അതാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ ആർട്ടിക്കിൾ 58. 12. Recoveries from a government servant should not ordinarily be made at a rate exceeding. ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു ഗവൺമെൻറ് സർവൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു റിക്കവറി ഓർഡർ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ലാപ്സ് മൂലം, മാക്സിമം അദ്ദേഹത്തിൽ നിന്ന് എത്ര എമൗണ്ട് അങ്ങനെ റിക്കവറി ചെയ്യാൻ പറ്റും എന്നാണ്. അതിൻ്റെ ആൻസർ 1/3 ഓഫ് ദി പേ ഓഫ് ദി ഓഫീസർ. അദ്ദേഹത്തിൻ്റെ ബേസിക് പേയുടെ 1/3 മാത്രമേ റിക്കവറി ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് സെഡ് ഇൻ ആർട്ടിക്കിൾ 62. Then question 13, the details of pending inspection reports and paras of the government accountant general are entered in a register in the Kerala Financial Code. അതായത് AGയുടെ ഓഡിറ്റ് നടക്കുമ്പോൾ അതിൻ്റെ പാരാസിനെ കുറിച്ചും ഒബ്ജക്ഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ബുക്കിൽ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ഏത് രജിസ്റ്ററിലാണ്, ആ രജിസ്റ്ററിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ രജിസ്റ്ററിൻ്റെ ഫോം നമ്പർ ഏതാണ്, അതിൻ്റെ ഫോം 4B. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 63D(1) ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ്. നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 14. An alteration in the number and character of posts included in the All India service are determined by.
ഓൾ ഇന്ത്യ സർവീസിൻ്റെ നമ്പർ, അതിൻ്റെ സ്വഭാവം, പോസ്റ്റിൻ്റെ രീതികളൊക്കെ ആരാണ് ആത്യന്തികമായി നിശ്ചയിക്കുന്നതെന്നാണ് ചോദ്യം. ആൻഡ് ആൻസർ സെൻട്രൽ ഗവൺമെൻറ്, ആർട്ടിക്കിൾ 71B(b) ഓഫ് ദി ഫൈനാൻഷ്യൽ കോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രാൻസ്ഫർ ഓഫ് ചാർജ് ഓഫ് എ ഗസറ്റഡ് ഓഫീസർ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദി കൺസേൺഡ് ഓഫീസർ ബൈ പോസ്റ്റ് ടു ദി അക്കൗണ്ടൻറ്റ് ജനറൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ ചാർജ് വിടുകയാണെങ്കിൽ ആ റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് RTC അത് അക്കൗണ്ടൻറ്റ് ജനറലിന് സമയത്ത് തന്നെ അയച്ചു കൊടുക്കണം. എന്നാണ് അത് അയച്ചു കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. ആൻഡ് ആൻസർ ഓൺ ദ സെയിം ഡേ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 81A. Then question number 16, the permanent advance of a head of department has to be fixed and sanctioned by. അതായത് പലതരത്തിലുള്ള അഡ്വാൻസ് ഗവൺമെൻറ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിന് പെർമനൻറ്റ് അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. ഇംപ്രസ്ഡ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെർമനൻറ്റ് അഡ്വാൻസ് അത് ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിന് സാങ്ഷനാക്കി കൊടുക്കേണ്ടത് എത്ര രൂപയാണ് പെർമനൻറ്റ്? കാരണം പെറ്റി എക്സ്പെൻഡിച്ചറൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പെർമനൻറ്റ് അഡ്വാൻസ് കൊടുക്കുന്നത്. ആ പെർമനൻറ്റ് അഡ്വാൻസ് സാങ്ഷൻ ചെയ്യേണ്ട അതോറിറ്റി ആരാണ്? ദാറ്റ് ഈസ് ഗവൺമെൻറ്, ആർട്ടിക്കിൾ 95A. Then question 17, an endorsement on a contingent will not remain valid for a period longer than. ഒരു കണ്ടിജൻറ്റ് ബില്ല് പാസ്സാക്കി അത് എൻഡോഴ്സ് ചെയ്യുകയാണ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഡ്രോ ചെയ്യാതെ വെച്ചേക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എത്ര കാലത്തിനുള്ളിൽ അതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടും? 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. 3 മാസത്തിനുള്ളിൽ ആ കണ്ടിജൻറ്റ് ബില്ല് ഡ്രോ ചെയ്യുന്നില്ല എങ്കിൽ അത് ലാപ്സായി പോകുന്നതാണ്. That is Article 112C. Then question 18, the payment of charges for electric current of a civil station will be made by the. അതായത് ഒരു സിവിൽ സ്റ്റേഷൻ്റെ, ഇപ്പോൾ കളക്ട്രേറ്റും എല്ലാം ഉൾപ്പെട്ട ഒരു സിവിൽ സ്റ്റേഷൻ്റെ ഇലക്ട്രിക് ചാർജസ് കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഡിസ്ട്രിക്ട് കളക്ടർ, ആർട്ടിക്കിൾ 119(1). ഇവിടെ നിങ്ങൾ ഈ ആർട്ടിക്കിളൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കണം. കാരണം ഇതിനനുബന്ധമായിട്ട് വേറെയും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ. ഇപ്പോൾ കളക്ടറേറ്റ് ഇല്ലാത്ത ഒരു ഗവൺമെൻറ് ഓഫീസുകളുടെ സമുച്ചയമാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് കറണ്ട് ചാർജ് ആരാണ് കൊടുക്കേണ്ടത്? കളക്ടറേറ്റ് മാത്രമായിട്ട് ഒരിടത്ത് സ്ഥാപിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ ഏതാണ്? ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് കൂടെ ഇതിൻ്റെ കൂടെ വരും. ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ കളക്ടറേറ്റും മറ്റ് സിവിൽ ഓഫീസും ഹൗസ് ചെയ്യുന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ കറണ്ട് ചാർജ് കൊടുക്കേണ്ടത് കളക്ടറാണ്, ആർട്ടിക്കിൾ 119(1). ഇതിനനുബന്ധമായിട്ട് പിന്നെയും ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ആർട്ടിക്കിൾ നോക്കുക. Question number 19, the period of firmness during which the tenderers are to keep their rates firm for the supply of ordinary stores which can be procured from the Indian market. അതായത് ഇപ്പം നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻഡർ വിളിച്ചു, അതിൻ്റെ ടെൻഡറേഴ്സ് ഒരു റേറ്റ് കോട്ട് ചെയ്യുന്നു. അവർ ഫേം പീരീഡ് ഉണ്ട്, എത്ര കാലത്തേക്കാണ് ആ കോട്ട് ചെയ്ത റേറ്റിൻ്റെ പ്രസക്തി എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ പ്രസക്തി എത്ര കാലമാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആൻഡ് റേറ്റ്സ് ഫേം ഫോർ ദ സപ്ലൈ ഓഫ് ഓർഡിനറി സ്റ്റോഴ്സ് വിച്ച് ക്യാൻ ബി പ്രൊക്യൂർഡ് ഫ്രം ദി ഇന്ത്യൻ മാർക്കറ്റ്. അത് 1 month ആണ്. അപ്പോൾ ഒരു റേറ്റ് കോട്ട് ചെയ്താൽ മിനിമം 1 month അത് പ്രസക്തമായിരിക്കും എന്നർത്ഥം. ആ റേറ്റ് ഡെസ്പൈറ്റ് ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ അതിന് വേരിയേഷൻ വന്നാലും കോട്ട് ചെയ്ത റേറ്റ് ഫേം ആയിരിക്കും. അതുകൊണ്ടാണ് ഫേം പീരീഡ് എന്ന് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 20, the competent authority to grant an advance towards travelling expenses to the head of department during a journey on tour is. അതായത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേതെങ്കിലും ഔട്ട് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വിട്ട് മറ്റ് ഔട്ട് സ്റ്റേഷൻസിലേക്കൊക്കെ പോവുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് അഡ്വാൻസ് ട്രാവലിംഗ് അലവൻസ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. And the competent authority to grant an advance towards travelling expenses to the head of department during the journey on tour. മറ്റ് ഓഫീസുകളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ അഡ്വാൻസ് കൊടുക്കാനുള്ള അതോറിറ്റി ആരാണ്? അത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഹിംസെൽഫ്. അദ്ദേഹത്തിന് തനിയെ തന്നെ അഡ്വാൻസ് ഡ്രോ ചെയ്ത് പോകാവുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ നോട്ട് ബിലോ ആർട്ടിക്കിൾ 88 ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ്. Then 21, washing allowance paid to class 4 government servants are classified under. ഇതെപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഈ വാഷിംഗ് അലവൻസ് ക്ലാസ് 4 എംപ്ലോയീസിന് കൊടുക്കുന്നത് ഏത് ഗണത്തിൽപ്പെടും? അതിൻ്റെ
ഹെഡ് ഏതാണെന്നാണ്, സാലറീസ് ആണ്. That is said in note 1 below article 103. Then 22, a contingent bill should not ordinarily be endorsed for payment to a private party in March after. അതായത് ഇപ്പോൾ നമ്മളൊരു കണ്ടിജൻറ്റ് ബില്ല് പാസ്സാക്കുന്നത് കഴിയുന്നത് മാർച്ചിലെ ഒരു കണ്ടിജൻറ്റ് ബില്ല് പാസ്സാക്കുന്നത് അഡ്വൈസബിൾ അല്ല. സാധാരണയായിട്ട് ഫോർ പേയ്മെൻറ്റ് ടു പ്രൈവറ്റ് മാർച്ച് ആഫ്റ്റർ 15th ഒരിക്കലും നമ്മൾ ഒരു കണ്ടിജൻറ്റ് ബില്ല് പാസ്സാക്കി കൊടുക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 112(b)യിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ദെൻ 23, ദ കോസ്റ്റ് ഓഫ് ടെൻഡർ ഫോംസ് മേ ബി അക്സെപ്റ്റഡ് ഇൻ. ഇപ്പോൾ നമ്മൾ ടെൻഡർ വിളിക്കുമ്പോൾ അതിൻ്റെ ടെൻഡർ ഫോമിന് വിലയുണ്ട്. ആ വില നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അത് ഒന്നുകിൽ നമ്മൾ ക്യാഷായിട്ട് സ്വീകരിക്കാം, അല്ലെങ്കിൽ മണി ഓർഡറായിട്ട് സ്വീകരിക്കാം. ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ആർട്ടിക്കിൾ 130(e)യിലാണ്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 24. വെൻ ദി ലോക്കൽ പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഈസ് ഫ്രം ഗവൺമെൻറ് സോഴ്സ്, ദ ഓഫീസർ ഓതറൈസ്ഡ് ടു മേക്ക് ലോക്കൽ പർച്ചേസ് മേ ഒബ്റ്റെയിൻ. അതായത് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദി പേഴ്സൺ ഓതറൈസ്ഡ്, അങ്ങനെയുള്ള ലോക്കൽ പർച്ചേസ് ചെയ്യുന്ന ഓഫീസർക്ക് എന്ത് അതോറിറ്റി വേണം എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പർച്ചേസ് സാങ്ഷൻ ഓഫ് ഗവൺമെൻറ്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും പർച്ചേസ് സാങ്ഷനും ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമായിട്ട് വേണം ഈ ലോക്കൽ പർച്ചേസ് ഗവൺമെൻറ് സോഴ്സിൽ നിന്നാണെങ്കിൽ ലോക്കൽ പർച്ചേസ് ചെയ്യാൻ. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 128(2)ലാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25, ദ മിനിമം പീരീഡ് സജസ്റ്റഡ് to be allowed to the tenderers to submit their tenders for the supply of machinery and plant which have necessarily to be imported. അതായത് ഇപ്പം നമ്മൾ സപ്ലൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര കാലത്തിനകം ആ സപ്ലൈ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ സാധനം നമുക്ക് സപ്ലൈ ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു നിയമമുണ്ട്. അതിൽ സാധാരണ കമ്മോഡിറ്റീസ് ആണെങ്കിൽ എത്ര കാലത്തിനകം, അത് ഇമ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ എത്ര കാലത്തിനകം, ഹെവി മെഷീൻസൊക്കെ ആണെങ്കിൽ എത്ര കാലത്തിന്, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ആർട്ടിക്കിൾ നോക്കിയാൽ നിങ്ങൾക്ക് ലഭ്യമാവും. ഇവിടെ പറയുന്ന 2 months ആണ്. അതായത് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു മെഷീനറി ആൻഡ് പ്ലാന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ദി ഏജൻസി ഷുഡ് ബി ഗിവൺ 2 months ടൈം ടു മേക്ക്. ഇമ്പോർട്ട് ആയതുകൊണ്ട് 2 മാസം സമയം കൊടുക്കണം. അത് ആർട്ടിക്കിൾ 131(j)(2)ലാണ് പറയുന്നത്. ആ 131 നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് നോക്കണം, നിങ്ങളത് ഫോക്കസ് ചെയ്യണം പ്രത്യേകിച്ചും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 26, ടെൻഡേഴ്സ് വിത്ത് ഏണസ്റ്റ് മണി ഷുഡ് ബി ഇൻവൈറ്റഡ് ഫോർ റണ്ണിങ് കോൺട്രാക്ട്സ് ഫോർ ദ സപ്ലൈ ഓഫ് സ്റ്റോഴ്സ്. അതായത് ഒരു റണ്ണിങ് കോൺട്രാക്റ്റ് ആണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കൽ സപ്ലൈ ആണ്. റേറ്റ് കോൺട്രാക്റ്റ്, റണ്ണിങ് കോൺട്രാക്റ്റ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റണ്ണിങ് കോൺട്രാക്റ്റ് ആണെങ്കിൽ ടെൻഡറേഴ്സ് വിത്ത് ഏണസ്റ്റ് മണി ഷുഡ് ബി ഇൻവൈറ്റഡ് ഫോർ റണ്ണിങ് കോൺട്രാക്ട്സ് ഫോർ ദ സപ്ലൈ ഓഫ് സ്റ്റോഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി എമൗണ്ട് ഇൻവോൾവ്. ഏത് തുകയ്ക്കായാലും നമ്മളെന്ത് വേണം, അതിൻ്റെ ടെൻഡേഴ്സ് വിത്ത് ഷുഡ് ബി ഇൻവൈറ്റഡ്. നോർമൽ കോഴ്സിൽ തന്നെ ഏണസ്റ്റ് മണിയും ഇൻവൈറ്റ് ചെയ്തിട്ട് വേണം ടെൻഡർ വിളിക്കാനായിട്ട്. ആർട്ടിക്കിൾ 141 പാരാ 3. അതിൽ കൂടിയ എമൗണ്ടിനോ കുറച്ച് എമൗണ്ടിനോ എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല എന്നർത്ഥം. ഏത് എമൗണ്ടിനായാലും നമ്മൾ ടെൻഡർ വിത്ത് ഏണസ്റ്റ് മണി ഷുഡ് ബി ഇൻവൈറ്റഡ് ഫോർ റണ്ണിങ് കോൺട്രാക്ട്സ്. ദെൻ ക്വസ്റ്റ്യൻ 27, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ അക്സെപ്റ്റ് ലേറ്റ് സപ്ലൈ ഓഫ് സ്റ്റോഴ്സ് അപ് ടു എ പീരീഡ് ഓഫ്. അതായത് ഇപ്പോൾ ഒരു ഏതെങ്കിലും സാഹചര്യത്തിൽ സപ്പോസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി സപ്ലൈയിങ് ഏജൻസി, സപ്ലൈ ചെയ്യുന്ന ആളിൻ്റെ ബിയോണ്ട് ഈസ് കൺട്രോൾ, നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള ഒരു സാഹചര്യത്തിൽ ഡിലേ വന്നുപോയി. ദാറ്റ് മീൻസ് ദർ ഈസ് എ റീസണബിൾ ഇവൻറ്റ്, എന്തെങ്കിലും ഒരു സംഭവം നടന്നു സപ്ലൈ ചെയ്യാൻ എന്ന് ബോധ്യപ്പെട്ടാൽ എത്ര കാലത്തിനകം അത് വാങ്ങാം എന്നാണ്. അതായത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ അക്സെപ്റ്റ് ലേറ്റ് സപ്ലൈ ഓഫ് സ്റ്റോഴ്സ് അപ് ടു എ പീരീഡ് ഓഫ് ആൻസർ 2 months ഫ്രം ദ പ്രിസ്ക്രൈബ്ഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. എന്നാണോ അയാൾ സപ്ലൈ ചെയ്യേണ്ടിയിരുന്നത് ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് 2 മാസത്തിനകം ആയാലും എന്തുകൊണ്ടാണ് ഡിലേ വന്നതെന്ന് സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ തന്നാൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനത് സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്നർത്ഥം. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ ആർട്ടിക്കിൾ 147(4). ക്വസ്റ്റ്യൻ നമ്പർ 28, പേയ്മെൻറ്റ് ഓഫ് സ്റ്റോഴ്സ് റിസീവ്ഡ് ഷുഡ് നോട്ട് ബി ഡിലേഡ് ഫോർ മോർ ദാൻ. അപ്പോൾ അവർ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് വെൻ ഷുഡ് ദ പേയ്മെൻറ്റ് ബി മെയ്ഡ്, എപ്പോഴാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടത്? ശരിക്കും നമ്മളൊരു പേയ്മെൻറ്റ് നടത്തേണ്ടത് ആ സപ്ലൈ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പ്രോപ്പറാണെന്നറിഞ്ഞാൽ കൊടുക്കേണ്ടതാണ്. ബട്ട് ദ മാക്സിമം പീരീഡ് ദാറ്റ് യു ക്യാൻ മേക്ക് ദ പേയ്മെൻറ്റ് ഈസ് ഓൺലി 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് സ്റ്റോഴ്സ്. ഏത് സാഹചര്യത്തിലായാലും കൃത്യമായി ആ സ്റ്റോർ നമുക്ക്
അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ എൻഷുർ ചെയ്ത് നമ്മൾ സ്റ്റോറിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം ആ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. ആർട്ടിക്കിൾ 148(5) ഓഫ് ദി KFC. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 29. Part-time contingent sweepers are paid consolidated remuneration if the area to be swept is below. അതൊരു പാർട്ട്-ടൈം കണ്ടിൻജൻറ്റ് സ്വീപ്പർക്ക് കൺസോളിഡേറ്റഡ് റെമ്യൂണറേഷൻ ഒരു നിശ്ചിത തുകയാണ് അവർക്ക് നൽകുന്നത്. അത് എത്ര ഏരിയ ഉള്ളിലാണ് ആ കൺസോളിഡേറ്റഡ് റെമ്യൂണറേഷൻ എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ 200 സ്ക്വയർ മീറ്റേഴ്സാണ്. അതായത് 200 സ്ക്വയർ മീറ്റേഴ്സ് കുറവായിട്ടുള്ള ഏരിയ ആണ് അവർ തൂക്കുന്നത് എങ്കിൽ അവർക്ക് ഒരു കൺസോളിഡേറ്റഡ് റെമ്യൂണറേഷൻ കൊടുക്കാം. ആർട്ടിക്കിൾ 118. ഇതിൽ തന്നെ എക്സീഡിങ് 200 മീറ്റേഴ്സ് 400 മീറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ ഒന്ന് നോക്കണം, ആർട്ടിക്കിൾ വെരിഫൈ ചെയ്യണം എന്നർത്ഥം. Then question number 30, a complete physical verification of stock in the stationery department need be made. അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന സ്റ്റോക്കിൻ്റെ വേരിഫിക്കേഷൻ, അതിൻ്റെ ഫിസിക്കൽ വേരിഫിക്കേഷൻ എപ്പോഴാണ് കൃത്യമായി നിയമാനുസൃതം നടത്തേണ്ടതെന്നാണ് ആൻസർ. എവരി 2 years. ആർട്ടിക്കിൾ 148. ഓരോ 2 വർഷം കൂടുമ്പോഴും കൃത്യമായി സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോക്കും വെരിഫൈ ചെയ്യണം. Then 31, a tenderer for the supply of stores withdraw from his tender before the expiry of the firm period fixed for keeping the rates firm for acceptance. The earnest money deposit will be. അതായത് ഒരു ടെൻഡറിൽ പങ്കെടുത്ത ഒരാൾ ഹി വിത്ഡ്രോസ് ഫ്രം ഹിസ് ടെൻഡർ, അയാളുടെ കോട്ട് ചെയ്ത റേറ്റിൽ നിന്ന് അയാൾ ഒരു കാരണം കൂടാതെ പിൻവാങ്ങുകയാണെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ ഫേം പീരീഡ് കഴിഞ്ഞില്ല, നമ്മൾ പറഞ്ഞാണ് ഒരു മാസമാണ് അതിൻ്റെ ഒരു ഫേം പീരീഡ് ജനറലി വരുന്നത്. അതിന് മുമ്പേ അയാൾ അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുകയാണെങ്കിൽ ദ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റഡ് വിൽ ബി ഫർഫീറ്റഡ് ടു ഗവൺമെൻറ്. അയാളിൽ നിന്ന് നമ്മൾ പിടിച്ചു വെച്ച ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആയിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. അത് അനക്ഷർ 6 ഓഫ് ദി കേരള ഫൈനാൻഷ്യൽ കോഡിലാണ് പറയുന്നത്. ദെൻ 32, ഒറിജിനൽ വർക്ക്സ് ഡിഡ് നോട്ട് ഇൻക്ലൂഡ്. ഇപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് വർക്ക്, ഒറിജിനൽ വർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒറിജിനൽ വർക്കിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യില്ല അല്ലെങ്കിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ വിശദമായിട്ട് ആർട്ടിക്കിൾ പറയുന്നുണ്ട്. ഇവിടെ ഒറിജിനൽ വർക്ക്സ് ഡിഡ് നോട്ട് ഇൻക്ലൂഡ്, ഒറിജിനൽ വർക്കിൽ പെടാത്തൊരു ഐറ്റം ഏതാണ് ഈ പറയുന്നതിൽ? അഡീഷൻ ടു എക്സിസ്റ്റിംഗ് വർക്ക്സ്, റിപ്പയേഴ്സ് ടു ന്യൂലി പർച്ചേസ്ഡ് ബിൽഡിംഗ്, റീറൂഫിംഗ് ഓഫ് എ ബിൽഡിംഗ്, റീകൺസ്ട്രക്ഷൻ ഓഫ് ഡാമേജസ് ഡ്യൂ ടു സം കലാമിറ്റി. ഇതിൽ ഒറിജിനൽ വർക്കിൽ പെടാത്ത ഏതാണെന്നാണ് ആൻഡ് ആൻസർ റീറൂഫിംഗ് എ ബിൽഡിംഗ്, ആർട്ടിക്കിൾ 164. ഈ ആർട്ടിക്കിളിൽ വേറെയും ഐറ്റംസ് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അതുകൂടി ശ്രദ്ധിക്കുക. Question number 33, the method of work which should not be executed without prior sanction of the government is the execution of work. അതായത് പല തരത്തിൽ ഗവൺമെൻറ് PWDയിൽ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സിക്യൂഷൻ ഉണ്ട്, ഷെഡ്യൂൾ റേറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, ലംസം കോൺട്രാക്റ്റ് ഉണ്ട്, ദെൻ ഐറ്റം വൈസ് കോൺട്രാക്റ്റ് ഉണ്ട്. അങ്ങനെ പല തരത്തിൽ പല മെത്തേഡിൽ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിലിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മെത്തേഡ് ഓഫ് വർക്ക് വിച്ച് ഷുഡ് നോട്ട് ബി എക്സിക്യൂട്ടഡ് വിത്തൗട്ട് പ്രയർ സാങ്ഷൻ ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ മുൻകൂറായിട്ടുള്ള അനുവാദം കൂടാതെ ഏത് വർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. അത് ആൻസർ ബൈ ലംസം കോൺട്രാക്റ്റ്. ലംസം കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിങ്, അത് അതിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് കോസ്റ്റ് എത്രയാണോ ആ എസ്റ്റിമേറ്റ് കോസ്റ്റിന് ചെയ്തു തരാം എന്ന് സമ്മതിക്കുന്നതിനെയാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ പാർട്ട് ബില്ലുകളോ മെഷർമെൻറ്റോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ആ വർക്ക് തീർത്ത് തരണം. ആൻഡ് ദെൻ അങ്ങനെ തരുന്നതിന് ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് ഗവൺമെൻറ് അയാൾക്ക് പേ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻ എ നട്ട്ഷൽ ദ ലംസം കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ആ ലംസം കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രയർ സാങ്ഷനോടുകൂടി മാത്രമേ ചെയ്യാവൂ. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ആർട്ടിക്കിൾ 178(4). അപ്പോൾ അതിൽ 1, 2, 3, 4, 5 എന്ന് പറയുന്ന 5 തരം വർക്ക് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആ ആർട്ടിക്കിൾ ഒന്നുകൂടി നോക്കിയാൽ ബാക്കിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ അടുത്ത തവണ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദെൻ ക്വസ്റ്റ്യൻ 34,
Head of department should review the stock position of the various stores under him as of 31st March of a year in the month of dash of the succeeding financial year. അതായത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോക്ക് പൊസിഷൻ ഫിസിക്കൽ വെരിഫിക്കേഷനും അതിൻ്റെ കണക്കുകളും കൃത്യമായി വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത വർഷത്തിൽ ഏത് മാസത്തിന് മുമ്പ് അല്ലെങ്കിൽ ഏത് മാസത്തിന് മുൻപാണ് ആ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ മെയ് ആണ്, ആർട്ടിക്കിൾ 153. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 35. Which article of KFC Volume 1 deals with the procedure that should be observed for the audit of the accounts of furniture in the രാജ്ഭവൻ? രാജ്ഭവനിലെ ഫർണിച്ചറുകൾ സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം തന്നെയുണ്ട്. അതിൽ ഈ സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് ഓഡിറ്റ്, രാജ്ഭവൻ്റെ സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് ഓഡിറ്റ് ഏത് ആർട്ടിക്കിളിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് നടത്തുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ആർട്ടിക്കിൾ 158 ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1. സോ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി 35 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ഇത് ഇത്രയും. ഇതിൻ്റെ ആർട്ടിക്കിൾസിലൊക്കെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ആ ആർട്ടിക്കിൾസൊക്കെ ഒന്നുകൂടി നോക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഐ റിപ്പീറ്റ്, ദിസ് ഈസ് ഫോർ ദി ജനറൽ നോളജ് ആൾസോ. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കേട്ടിരുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.